ഓക്കെ, നമുക്ക് അനാലിസിസിലേക്ക് വരാം. വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഗ്രാഫ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ട്രേഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ നോക്കിക്കോളുക. നമുക്ക് ലാസ്റ്റ് ഡേയും തുടങ്ങാം, അതായത് കഴിഞ്ഞ ഫ്രൈഡേ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് അത് നമുക്ക് കാണിച്ചതല്ലേ. 10th മെയ് 10 നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് കാണിക്കുന്നത്. അതായത് നമ്മളുടെ ബാങ്ക് നിഫ്റ്റി ബോർഡ് ലൈനിൽ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നു. നമ്മളുടെ നിഫ്റ്റി 50യും ഫ്യൂച്ചറും ഡോട്ടർ ലൈൻസ് നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. രണ്ടെണ്ണം മിക്സ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ബോർഡ് ലൈൻ ഡോട്ടർ ലൈൻ അങ്ങനെ രണ്ടെണ്ണം. അതായത് നിഫ്റ്റി 50യും ഫ്യൂച്ചറും ഡോട്ടർ ലൈനിലും, ബാങ്ക് നിഫ്റ്റിയും ഇൻഡെക്സും ബോർഡ് ലൈനിലും. സോ ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് നേരെ ട്രേഡ് സംഭവിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് അത് റിജക്ട് ചെയ്ത് ഏത് സൈഡിലേക്ക് അത് മൂവ് ചെയ്തോ അതേ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. സോ ഇത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് മാത്രം നോക്കി നിങ്ങളങ്ങനെ കൺഫേം ചെയ്യരുത്. ഇത് ചില അപൂർവം കേസിൽ അതൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ തന്നേക്കാം. സോ നമുക്കത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളുടെ ഇൻഡെക്സിൽ നമ്മുടെ സ്ട്രൈക്കിന്റെ ചാർട്ടിലേക്ക് കൂടി നോക്കി നമുക്കത് കൺഫേം ചെയ്യാം. സോ അപ്പോൾ നമുക്ക് സ്ട്രൈക്കിന്റെ ചാർട്ടിലേക്ക് നോക്കാം. സ്ട്രൈക്കിന്റെ ചാർട്ടിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മൾ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഇൻഡെക്സ് പറഞ്ഞിരിക്കുന്ന സി പൊസിഷൻ തരാൻ പോകുന്നല്ലേ. അത് നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രൈക്കിന്റെ ചാർട്ടിലെ സി ചാർട്ട് എടുക്കുക. സ്ട്രൈക്കിന്റെ നിഫ്റ്റിയുടെ സി ചാർട്ട് നോക്കിയേ, ഇതിവിടെ നമുക്ക് കൺഫർമേഷൻ തരുന്നുണ്ട്. സിയുടെ വീക്കെൻഡ് ചാർട്ട് നോക്കിക്കേ, ബോർഡ് ലൈനിലാണ് നിൽക്കുന്നത്. സോ ഇവിടുന്ന് റിജക്ട് ചെയ്യുന്നു. ഓക്കെ, ബോർഡ് ലൈനിൽ മുകളിലേക്ക് പോകാൻ പോകുന്നത്, താഴത്തേക്ക് ഒരു റിജക്ഷൻ ഒക്കെ കൊടുത്തിട്ടില്ല. ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ട് അങ്ങ് നിൽക്കുകയാണ്, മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. സോ അത് അവിടുന്ന് മുകളിലേക്ക് തന്നെ പോകുന്നു നമ്മൾ കാണിക്കുന്നത്. അത് മന്ത് എൻഡ് നോക്കുമ്പോൾ അതുപോലെ തന്നെ ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ട് റിജക്ട് ചെയ്തിട്ടുണ്ട്. സോ താഴേക്കൊരു മൂവ്മെന്റ് ഇല്ല, മുകളിലേക്കാണ് കാണിച്ചേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടേത് ബാങ്ക് നിഫ്റ്റിയുടെയും നമുക്ക് നോക്കാം. ഇതും ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്ട് ചെയ്ത് മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ചെറുതായിട്ട് ഇത് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, നല്ല റിജക്ട് ചെയ്ത് മുകളിലേക്കാണ് അത് പോയത്. തന്നെ നമ്മുടെ മന്ത് എൻഡ് നോക്കുമ്പോഴും അതേ പൊസിഷൻ തന്നെ റിജക്ട് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. സോ ഇത് കാണിക്കുന്നത് സി ആക്റ്റീവ് ആണെന്നുള്ളതാണ്. നമ്മളുടെ സ്ട്രൈക്കുകളും അതുപോലെ തന്നെ ഇൻഡെക്സും കാണിച്ച സി ആക്റ്റീവ് ആണ്. ദെൻ പി നോക്കുകയാണെങ്കിൽ തന്നെ പി മുകളിലത്തെ കണ്ടോ, ബാങ്ക് നിഫ്റ്റി കണ്ടോ, ബാങ്ക് നിഫ്റ്റി മുകളിലത്തെ ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് താഴേക്ക് റിജക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കെൻഡും അതുപോലെ തന്നെ മുകളിൽ ടച്ച് ചെയ്തിട്ട് റിജക്ട് ചെയ്ത് താഴത്തേക്കാണ് മൂവ് ചെയ്തത്. നിഫ്റ്റിയുടെയും അതുപോലെ തന്നെയാണ് പി കാണിച്ചത്. കണ്ടോ, രണ്ട് വീക്കെൻഡും മന്ത് എൻഡും ഒക്കെ ഇതുപോലെ തന്നെ ബോർഡ് ലൈൻ ടച്ച് ചെയ്ത് റിജക്ട് ചെയ്ത് താഴേക്കാണ് മൂവ്മെന്റ്, പി മൂവ്മെന്റ് കാണിക്കുക. അപ്പോൾ സോ ഇതെല്ലാം നമുക്ക് തന്നെ നമ്മുടെ ഇൻഡെക്സും സ്ട്രൈക്കുകളും ഒരേ കൺഫർമേഷൻ തന്നിട്ടുണ്ട്. സോ നമുക്കതിൽ സി പൊസിഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് എന്താ സി പൊസിഷനുള്ള ആക്റ്റീവ് മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഫോർത്ത് ക്യാൻഡിലേക്ക് കൂടി ഒന്ന് നോക്കാം. ഫോർത്ത് ക്യാൻഡിൽ പറയുന്നത് ഇതാ നോക്കാം, പി അങ്ങനെ നമുക്ക് സി ആക്റ്റീവായി ഫോർത്ത് ക്യാൻഡിലായപ്പോൾ റിജക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഫോർത്ത് ക്യാൻഡിൽ റിജക്ട് ചെയ്യുന്നത്? ഇതാ നോക്കൂ, നമ്മളുടെ ഇൻഡെക്സ് നമ്മളുടെ പി ഫോർത്ത് ക്യാൻഡിലായപ്പോൾ അതിൻ്റെ മാക്സിമം ഇടിവിലേക്ക് അത് വന്നു എന്നുള്ളതാണ്. കണ്ടോ, 1, 2, 3, 4ാമത്തെ ഈ ക്യാൻഡിൽ നോക്കിയിട്ട് ഇവിടെ വന്നപ്പോൾ മാക്സിമം പി ഇടിഞ്ഞു. അതായത് പിയുടെ മാക്സിമം ലൈനാണ്. 2 ലൈൻ നമുക്ക് താഴത്തേക്ക് ഉണ്ട്, പക്ഷെ അന്നത്തെ നമ്മുടെ അനാലിസിസ് വെച്ചിട്ട് ഒരു ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അത് തന്നെയാണ് എൻ്റെ മാക്സിമം ലൈൻ എന്ന് പറയുന്നത്. അടുത്ത ലൈൻ വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്, അതായത് ഈ ബോർഡ് ലൈൻസിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ മാക്സിമം ഇടിവ് ലൈൻ കാണിച്ചിരിക്കുന്നത്, പിയുടെ മാക്സിമം ഇടിവ്. അവിടെ വരെ അന്ന് പി ഇടിഞ്ഞുള്ളൂ. കണ്ടോ, അവിടെ വെച്ച് പി റിജക്ട് ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ടുള്ള കാണിച്ചിട്ടുണ്ട്. നമ്മൾ മന്ത് എൻഡ് നോക്കുമ്പോഴും പി 4ാമത്തെ ക്യാൻഡിലായപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ട്രൈക്ക് ആക്റ്റീവ് ആകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വീക്കെൻഡ് അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ലൈനിൽ നിൽക്കുകയും മന്ത് എൻഡ് അതിൻ്റെ ഫസ്റ്റ് ലൈനിലോ അല്ലെങ്കിൽ ഈ മിഡിലിലോ ഇതിലോ ഈ സെക്കൻഡ് ലൈനിലോ വരണമെന്നുള്ളത്. അതുപോലെ തന്നെ അത് ഫസ്റ്റ് ലൈനിൽ വന്നിട്ടുണ്ട്. സോ അവിടുന്ന് പി ആക്റ്റീവ് ആകാൻ പോകുന്നു നമ്മൾ നിഫ്റ്റി പറയുന്നുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോഴും അതുപോലെ തന്നെ 4ാമത്തെ ക്യാൻഡിൽ മന്ത് എൻഡ് അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ നിൽക്കുന്നുണ്ട്, വീക്കെൻഡ് 2ാമത്തെ ലൈനിൽ നിൽക്കുന്നുണ്ട്. സോ അവിടെ പി ആക്റ്റീവ് ആകുന്നു എന്ന് സിയും പറയുന്നു,
നിഫ്റ്റിയും പറയുന്നു, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും പറയുന്നു. അവിടെ അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് സി എൻഡ് ചെയ്യുന്നത്. പിന്നെ മറ്റ് കൺഫർമേഷൻ നമുക്കുണ്ട്. സി എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ സി എന്ന് പറയുന്ന മാക്സിമം വീക്കെൻഡ് സി ഒക്കെ മാക്സിമത്തിലെത്തി, ഓൺലൈൻ ടച്ച് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, റിജക്ഷൻ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയാം. വളരെ കൃത്യമായിട്ട് അവിടെ ഇൻഫർമേഷൻ നമുക്കുണ്ടായിരുന്നു. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പി ഇ മാക്സിമം ഇടിവിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ പി ഇ മാക്സിമം ഇടിവിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ പി ഇ മാക്സിമം ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് ഇനിയും പി ഇ ഇടിയുന്നില്ല എന്നുള്ള ഒരു കൺഫർമേഷൻ ആണ് അവിടെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. സി മാക്സിമം അവിടെ മാക്സിമം അല്ല, ബോർഡ് ലൈൻ വരെ കയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്, അവിടെ അല്ല. പക്ഷേ ബോർഡ് ലൈൻ എന്ന് പറയുന്നത് നല്ലൊരു റിജക്ഷൻ പോയിന്റ് ആണല്ലോ. ബോർഡ് ലൈനിൽ നിൽക്കുകയും പി ഇ മാക്സിമം 20 ലൈനിൽ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്, പി ഇ ഇനി തിരിച്ച് കയറാൻ പോകുന്നു, സി ഇടിയാൻ പോകുന്നു തന്നെയല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ വെച്ചിട്ടാണത് നമുക്ക് ബാക്കോട്ട് പോകുന്നത്. അതുമല്ല, ഇൻഡെക്സുകളും മാക്സിമം ഏകദേശം മാക്സിമം എത്തിക്കഴിഞ്ഞു. ഫ്യൂച്ചറൊക്കെ മാക്സിമത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ബോർഡ് ലൈനിൽ വരെ എത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയും ഇൻഡെക്സും ഒക്കെ ഏകദേശം ബോർഡ് ലൈനോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇൻഡെക്സുകളും പറയുന്നത് ഇത് ഏകദേശമൊക്കെ ആയി എന്നുള്ളതാണ്. ഇൻഡെക്സുകൾ ചെറിയൊരു ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്യാനായിട്ട്, വേണമെങ്കിൽ ഒരു ക്യാൻഡിൽ കൂടെ വെച്ചിട്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്ട്രൈക്കുകൾ കാണിക്കുന്നില്ല. സ്ട്രൈക്കുകൾ മാക്സിമത്തിലാണ്. സ്ട്രൈക്കുകൾ ബോർഡ് ലൈനിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇൻഡെക്സിൻ്റെ ചാർട്ടിനേക്കാൾ കൂടുതൽ സ്ട്രൈക്കിൻ്റെ ചാർട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിരിക്കും. ഇൻഡെക്സ് ബോർഡ് ലൈൻ വന്നിട്ടില്ല. ഇൻഡെക്സിൽ ചെറിയ ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചർ വന്നിട്ടുണ്ട്, ബോർഡ് ലൈൻ വന്നിട്ടുണ്ട്. തന്നെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണിക്കുന്നുണ്ട് എല്ലാ ഇൻഡെക്സുകളും. പക്ഷേ കൺഫർമേഷൻ നമുക്ക് സ്ട്രൈക്ക് തന്നെയാണ് തരുന്നത്. സ്ട്രൈക്ക് ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സി ഇൻഡെക്സുകൾ ബോർഡ് ലൈൻ ടച്ച് ചെയ്തു. പി ഇൻഡെക്സുകൾ മാക്സിമം ഇടിവിലേക്കും വന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇൻഡെക്സ് ബോർഡ് ലൈൻസ് ക്രോസ് ചെയ്യാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള. ചില സമയത്ത് ഇൻഡെക്സുകൾ ബോർഡ് ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഒരു നമുക്ക് എന്താണ് കൺഫ്യൂസിങ് സ്റ്റേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ അടുത്ത ട്രേഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ഇൻഡെക്സുകളൊന്നും ബോർഡ് ലൈൻ ക്രോസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് സിനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് നമുക്ക് തെളിവ് സഹിതം തരികയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫോർത്ത് ക്യാൻഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ക്യാൻഡിലുകളുടെ എണ്ണമൊക്കെ ഞാൻ പെയ്ഡ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ക്യാൻഡിലൊക്കെ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ എല്ലാ ഇൻഫർമേഷനും വെച്ച് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ. 3rd, 4th, 6th, 8th ഈ ക്യാൻഡിലൊക്കെ വളരെ ഫോക്കസ് ചെയ്യേണ്ട ക്യാൻഡിൽസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്യാൻഡിൽസ് വരികയും നമ്മളുടെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ വരികയും ചെയ്യുമ്പോഴത്തേക്കും അതിനെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, ഇനി നമ്മുടെ 10ാം തീയതിയിൽ നമുക്കിനി വരുന്നത് ഒരു 17th ക്യാൻഡിലായപ്പോൾ 17th ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കേ. ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 ഈ ഒരു ക്യാൻഡിൽസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കെന്താ ഇവിടെ ഒരു സി പൊസിഷൻ ആക്റ്റീവ് ആകുന്നു. സി പൊസിഷൻ ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ സി പൊസിഷൻ ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ വീക്കെൻഡ് ഇവിടെ നിൽക്കുകയും മന്തെൻഡ് ആണ് ഇവിടെ നിൽക്കേണ്ടത്. മന്തെൻഡ് ഇവിടെ നിൽക്കുന്നുണ്ടോ? ഓക്കെ, ശരിയാണ്. വീക്കെൻഡ് പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. സി പൊസിഷൻ ആക്റ്റീവ് ആണെന്ന് കറക്റ്റായിട്ടൊന്നും ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് ബോർഡ് ലൈൻസിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആ ഒരു പൊസിഷൻ പറയുന്നത്. കണ്ട, നിഫ്റ്റിയുടെ പി ഇ മാക്സിമം ബോർഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ പി ഇയും ബോർഡ് ലൈനിൽ വന്നിട്ടുണ്ട്. then വീക്കെൻഡൊക്കെ മാക്സിമത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പൊസിഷൻ കാരണമാണ് എന്ത് നമ്മൾ പറഞ്ഞത്, സിയും ബോർഡ് ലൈനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സി പൊസിഷൻ ആക്റ്റീവ് ആണ് എന്ന് എടുക്കാം. പക്ഷെ അത് ഞാൻ കൺഫേം ചെയ്യുന്നില്ല. ഞാൻ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലും ഫോർത്ത് ക്യാൻഡിലുമാണ്. ഫസ്റ്റ് ക്യാൻഡിൽ നമുക്കിവിടെ ബോർഡ് ലൈൻസിലായിരുന്നു, പി ഇ സിയും ഒക്കെ ബോർഡ് ലൈൻസിലായിരുന്നു. ദെൻ ഫോർത്ത് ക്യാൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് മാക്സിമം പി ഇടിഞ്ഞിട്ടും നമ്മുടെ സീസ് മാക്സിമം ബോർഡ് ലൈൻ വരെ എത്തി നിൽക്കുകയും ചെയ്യുന്ന സ്റ്റേജാണ്. രണ്ട് കൺഫേംഡ് ആയിട്ടുള്ള ട്രേഡുകൾ ഇവിടെ നമുക്ക് ഫ്രൈഡേ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു 17th ക്യാൻഡിൽ വെച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോർഡ് ലൈൻസ് വന്നതുകൊണ്ടാണ്. കേട്ടോ, പി പൊസിഷൻസ് എല്ലാം ബോർഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു നേരം മുഴുവൻ പി ആണ് കേട്ടോ. നിഫ്റ്റിയുടെ മന്ത്ലിയും ഈ ഒരു നേരം പി അല്ല, ഇത് ഇവിടെ പി പൊസിഷൻസ് ബോർഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇതും പി ആണ്, അതും ബോർഡ് ലൈൻ വന്നിട്ടുണ്ട്. അതേസമയം സി പൊസിഷൻസ് താഴത്തെ ബോർഡ് ലൈനിലും വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു സി ആക്റ്റീവായിട്ട് നമുക്ക് കരുതാം എന്ന് പറഞ്ഞു. ഓക്കെ,
അപ്പോൾ മന്ത് എൻഡിലെ സ്ട്രൈക്കുകൾ നിങ്ങൾ നോക്കുമ്പോൾ മന്ത് എൻഡ് എല്ലാം ബോൾ ലൈൻസിൽ നിൽക്കുന്നതും ഒരു റിജക്ഷൻ പോയിന്റ് ആണ്. അവിടെ നിന്ന് കയറി നമ്മൾ ഓപ്പോസിറ്റ് സൈഡുകളിലേക്ക് പോകാതിരിക്കുക. അതൊക്കെ ഒരു ചിലപ്പോൾ കൺസോൾട്ടേഷനിലേക്കൊക്കെ പോകുന്ന സാഹചര്യമാണ്. ആ സമയങ്ങളിലേക്ക് വരുമ്പോഴാണ് സി ബി ഒരേപോലെയുള്ള ബോൾ ലൈൻസിലേക്ക് വരുമ്പോഴാണ് ഞങ്ങൾക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. മിക്കപ്പോഴും അത് അതുപോലെ തന്നെ സംഭവിക്കാറുമുണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അതാണ് 10ാം തീയതിയിൽ നമുക്കുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്യാൻഡിലും അതുപോലെ ഫോർത്ത് ക്യാൻഡിലുമാണ് മെയിനായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നത്. ദെൻ ഇനി നമുക്ക് 9th വരാം. 9th നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത് ഫസ്റ്റ് ക്യാൻഡിലും അതുപോലെ 9th ക്യാൻഡിലുമാണ്. ഫസ്റ്റ് ക്യാൻഡിൽ പറയാൻ കാരണം ഇവിടെ നോക്കൂ, നമ്മുടെ ഇൻഡെക്സ് ബോൾ ലൈൻ ടച്ച് ചെയ്തു, റിജക്റ്റ് ചെയ്തു. ദെൻ നമ്മളുടെ നിഫ്റ്റി 50 ബോൾ ലൈൻ ടച്ച് ചെയ്തു, റിജക്റ്റ് ചെയ്തു. ദെൻ ബാങ്ക് നിഫ്റ്റി ബോൾ ലൈൻ ടച്ച് ചെയ്തു, റിജക്റ്റ് ചെയ്തു. നമ്മുടെ ഫ്യൂച്ചർ ഡോട്ടർ ലൈൻസ്. അപ്പോൾ 3 കൺഫേം ചെയ്യും, ഒരെണ്ണം ഒറ്റയാനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എങ്കിലും അത് നല്ലൊരു ആക്റ്റീവ് ട്രേഡ് ആണെന്നുള്ളത് നമ്മൾ ഇൻഡെക്സുകളുടെ കാര്യത്തിൽ പെയ്ഡ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇത് 3 ഒരേ രീതിയിൽ നിൽക്കുകയും ഇവിടെ ഫ്യൂച്ചർ മാത്രമാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നല്ല രീതിയിൽ വൺ സൈഡ് മൂവ്മെന്റ് സംഭവിക്കുക, അതായത് താഴേക്ക് പി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പൊസിഷനാണ് നമ്മുടെ ഇൻഡെക്സുകൾ നമുക്ക് തന്നത്. സോ അതേസമയം സ്ട്രൈക്കിലേക്ക് നോക്കാം, പി അല്ലേ ആക്റ്റീവ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ പിയുടെ സ്ട്രൈക്കിലേക്ക് നോക്കാം. പിയുടെ സ്ട്രൈക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബാങ്ക് നിഫ്റ്റിയുടെ പി എന്ന് പറയുന്നത് ഇതാ അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യണം കുറച്ച് നേരം. ബാങ്ക് നിഫ്റ്റിയുടെ പി കൺസോൾട്ടേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് കൺസോൾട്ടേറ്റ് ചെയ്തത്? പി ബോൾ ലൈനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ, നമുക്കിത് മുകളിലേക്ക് കയറാൻ പോകുന്നു നമുക്ക് ചിന്തിക്കാം. പിന്നെ നമ്മുടെ മന്തിൻ്റെ പി നമ്മൾ നോക്കുമ്പോഴത്തേക്കും മന്തിൻ്റെ പി മുകളിലത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്ത് താഴേക്ക് വന്നിട്ട് അവിടെയും ബോൾ ലൈനിൽ നിൽക്കുകയാണ്. ദെൻ പി സ്ട്രൈക്ക് അങ്ങനെ കാണിച്ചു. അപ്പോൾ സി സ്ട്രൈക്ക് നോക്കാം. സി സ്ട്രൈക്ക് എന്താ താഴത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ട് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഞാൻ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, നിങ്ങൾ ആലോചിച്ച് എടുത്തോളണം. നമുക്ക് ഇതുപോലെ പി ബോൾ ലൈൻ നിൽക്കണം, നമുക്കറിയാം ഇത് പി കയറാൻ പോകുന്നു. ഓക്കെ, സോ അതേസമയം നമ്മൾ സിയിലേക്ക് നമുക്ക് സിയും അതേ ബോൾ ലൈൻ തന്നെ താഴത്തെ ബോൾ ലൈൻ നിൽക്കുന്നു. ഇത് പി കയറാൻ പോകുന്നു, സി കയറാൻ പോകുന്നു, കൺഫ്യൂഷൻ. അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നു ഇത് കൺസോൾട്ടേഷൻ സംഭവിക്കാൻ പോകുന്നു. കാരണം രണ്ടും ഒരേ സ്റ്റേജിൽ തന്നെ പിയും സിയും ഒരേപോലെ നിൽക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇതുപോലെ കൺസോൾട്ടേഷൻ എന്ന് പറയാറുള്ളത്. സോ അതേ കൺസോൾട്ടേഷൻ അത് 2-3 ക്യാൻഡിൽസിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്തു. അത് കാരണം അത് ഒരു ഡയറക്ഷൻ കാണിക്കും. ഡയറക്ഷൻ കാണിച്ചാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇൻഡെക്സുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പി ആണെന്നുള്ളത്. അതുകൊണ്ട് കൂടുതൽ ചാൻസും പിനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. പി ആയിരിക്കും സംഭവിക്കാൻ പോവാണ്. പക്ഷെ ഇത് ഒരേപോലെ തന്നെ താഴത്തും പി സി ഒരേപോലത്തെ വീക്കെൻഡ് പി സി ഒരേപോലെ തന്നെ ബോൾ നിൽക്കുന്നതുകൊണ്ട് കൺസോൾട്ടേഷൻ ഉണ്ട് അവിടെ. നമ്മുടെ ഇൻഡെക്സുകൾ മൂവ് ചെയ്യുന്നത് കാണിച്ചാൽ പോലും സ്ട്രൈക്കുകൾ മൂവ് ചെയ്യില്ല. സ്ട്രൈക്കുകൾ അവിടെ നിൽക്കും. കാരണം എന്തുകൊണ്ടാണ്? ഈ സ്ട്രൈക്കുകൾ ഒരേ മോഡലിൽ വന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. ഇൻഡെക്സുകൾ ചിലപ്പോൾ നല്ല രീതിയിൽ മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് സ്ട്രൈക്കുകളിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടാതെ വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഇതൊരുപോലെ വന്നു, ഇത് കൺസോൾട്ടേറ്റ് ചെയ്തു. അപ്പം നമുക്കറിയാം ഇൻഡെക്സ് പി കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും സാഹചര്യം പിയിലേക്ക് നമുക്ക് പോകാം. സ്ട്രൈക്കുകൾ പിയും കാണിക്കുന്നു, സിയും കാണിക്കുന്നു. സോ ഇതേ സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് പി തന്നെ സംഭവിക്കും മിക്കപ്പോഴും. പി തന്നെയാണ് ആക്റ്റീവ് ആയത്. 3ാമത്തെ ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ പി ആക്റ്റീവ് ആകുന്നുണ്ട്. 3ാമത്തെ ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും സി താഴത്തേക്ക് ക്രോസ് ചെയ്തിട്ടുമുണ്ട്. 4ാമത്തെ ക്യാൻഡിൽ കൺഫേം ചെയ്ത് ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ അത് പി അല്ല സി ആണ് പി ആണ് സംഭവിക്കുകയാണ്. മാർക്കറ്റ് ഇടിയാൻ പോവാണെന്നുള്ള കൺഫർമേഷനിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു ഏരിയ കൺഫേം ചെയ്തെടുത്തത്. ഇവിടെ നിഫ്റ്റി കുറച്ചും കൂടെ നമുക്ക് ആക്റ്റീവായിട്ട്, കാരണം നിഫ്റ്റിയുടെ സി താഴെ തന്നെയായിരുന്നു, ബോൾ ലൈന് താഴെയായിരുന്നു നിന്ന്. ബാങ്ക് നിഫ്റ്റി മാത്രമാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ തന്നതെങ്കിലും നിഫ്റ്റിയും നമ്മുടെ ഇൻഡെക്സുകളും സീനെ താഴേക്കാണ് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത്, കാണിച്ചു തന്നത്. ഇത് കൺഫേം ചെയ്ത് നമുക്ക് സ്റ്റേജിലേക്ക് വരികയും ചെയ്തു. കണ്ട അതൊരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നിഫ്റ്റി നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്, സി ഡി എന്നുള്ളത്. സോ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് 9th കൺഫേം ചെയ്യാം. ഇനി ഈ 9ാം തീയതി തന്നെ 9th ക്യാൻഡിലേക്ക് നമ്മൾ വരുമ്പോൾ 9th ക്യാൻഡിൽ എടുത്ത് നോക്കാം. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9. കണ്ട ഈ ഒരു 9th ക്യാൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? മാക്സിമം എന്തായിട്ടുണ്ട്? നമ്മളുടെ സി ഇടിഞ്ഞിട്ടുണ്ട്. മാക്സിമം സി ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്
മാക്സിമം അങ്ങനെ ഇടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറുമല്ലോ. അപ്പോൾ സി പൊസിഷൻ മാത്രം വീക്കെൻഡ് സി മാത്രം അങ്ങനെ കാണിച്ചാൽ പോരാ, മന്തിൻ്റെ സിയും കാണിക്കണം. മന്തിൻ്റെ സി ഇതാ ഇതിനുള്ളിലായിരിക്കണം, ഈ ലൈനിലോ അതിൻ്റെ ഇടയിലായിരിക്കണം. ഇതാ ഇവിടെയാണ് വന്നിട്ടുള്ളത്. സോ മന്തിൻ്റെ സിയും നമ്മൾ കൺഫേം ചെയ്തു. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ ഇത് ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് താഴത്തേക്ക് നിൽക്കുന്നുണ്ട്, എങ്കിലും നമുക്കത് അതിനൊപ്പം ആയതുകൊണ്ട് ഉറപ്പിക്കാം. ഇവിടെ സി മാത്രം ഇത് താഴത്തേക്ക് നന്നായിട്ട് ഇടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിജക്ഷൻ ഉണ്ട്, കാരണം മന്തിൻ്റെയും വീക്കെൻഡും ഒരേപോലെ തന്നെ കൺഫേം ചെയ്തുകൊണ്ട് ഇവിടെ റിജക്ഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഒരു റിസ്ക് കുറയ്ക്കാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഞാൻ പറയും ഇവിടുന്ന് സി കട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ പി കട്ട് ചെയ്തോളൂ എന്നുള്ള ഈ ഒരു പൊസിഷൻ കാണുമ്പോഴാണ് ഇവിടുന്ന് സി ആക്റ്റീവ് ആകാൻ പോകണം. അപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട് പിയിലെടുത്തവർ അവിടെ വെച്ച് കട്ട് ചെയ്യും എന്നുള്ളത്, കാരണം ഇവിടുന്ന് റിജക്ഷൻ ഉണ്ടാകാറുണ്ട്. നമുക്ക് റിജക്ഷൻ ഉണ്ടായിട്ട് വീണ്ടും തിരിച്ച് വന്നേക്കാം, എങ്കിലും ഒരു റിജക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്ത് സേഫ് ആകാൻ പറ്റും. അങ്ങനെ സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ട്രേഡിൽ ആക്റ്റീവ് ആണെങ്കിൽ കട്ട് ചെയ്തോളാനായിട്ട് പറയാറ്. അപ്പോൾ ഇവിടുന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് മുകളിലേക്ക്, പിന്നീട് അവിടെ നിന്ന് വീണ്ടും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മന്തിൻ്റെയും വീക്കെൻഡും ഒക്കെ ഒരേപോലെ പൊസിഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. സ്ട്രൈക്കുകളുടെ ഗ്രാഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ശ്രദ്ധിച്ചതിനകത്ത് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കൂടുതലും നമ്മളുടെ പണം നമ്മളുടെ കൺമുന്നിൽ കിടന്ന് പെരുകയും അതുപോലെ ഡൗൺ ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സൈക്കോളജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരും. സോ അതുകൊണ്ട് ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. നമ്മൾ എപ്പോഴും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അത് ഇന്ന പൊസിഷനിൽ വന്നാൽ മാത്രം ട്രേഡ്, അതായത് ഇതുപോലെ മാക്സിമം 20 നമ്മൾ കാണുന്നു. സോ അതൊരു പൊസിഷനല്ലേ, നമ്മുടെ ഇൻഡെക്സിന് മാത്രം ഗ്രാഫല്ല, നമുക്ക് സ്ട്രൈക്കിൻ്റെ ഗ്രാഫുകളുണ്ട്. സോ നമുക്ക് ഇതുപോലെയുള്ള പൊസിഷൻസിൽ വന്നാൽ മാത്രം ട്രേഡുകൾ ഒന്നെങ്കിൽ ബോൾ ലൈനിൽ വരിക, ഇല്ലെങ്കിൽ ഇതുപോലെ ഏറ്റവും താഴത്തെ ഡോട്ടർ ലൈനിൽ വരിക. അങ്ങനെയാണെങ്കിൽ മാത്രം ട്രേഡ് എന്ന് പറയുന്നൊരു കൺഫർമേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നിട്ട് ഒരു ഫിക്സഡ് പെർസെൻറ്റേജോ റിട്ടേണും 50% നമുക്ക് എന്തിനു വയ്ക്കാം. ഇത് എക്സ്പയറി ഗ്രാഫിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 50% റിട്ടേൺ വയ്ക്കാം. അല്ലാത്ത എനിക്കാണെങ്കിൽ 10-20% റിട്ടേൺ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണത്. അങ്ങനെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ലോസ് സംഭവിക്കാം. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിലും വരും ദിവസങ്ങളിൽ ലോസ് സംഭവിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് റിട്ടേണിൽ ഇറങ്ങാനായിട്ട് പറയുക. ഇതാണ് 9th സംഭവിച്ചത്. ഇനി നമുക്ക് 8th വരാം. 8th വരുമ്പോഴത്തേക്കും നമ്മളുടെ ഇൻഡെക്സുകളുടെ ഗ്രാഫ് ഇങ്ങനെയാണ് കാണിച്ചത്. അതായത് ഇവിടെ തന്നെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ട് റിജക്ട് ചെയ്യുന്നുണ്ട്, നിഫ്റ്റി 50 ബോൾ ലൈൻ ടച്ച് ചെയ്ത് റിജക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തിട്ടില്ല, ഇതൊന്നും ഫുള്ളായിട്ട് ടച്ച് ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു എന്ന് പറയാനേ ഉള്ളൂ, എന്നിട്ട് റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴും ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം സി ആണെന്ന് പറയാനേ ഉള്ളൂ. എന്നാലും നമ്മളുടെ ഇൻഡെക്സുകൾ നമുക്ക് അത്രത്തോളം കൺഫർമേഷൻ ഒന്നും തന്നിട്ടില്ല 8th. എന്നാലും നമ്മളുടെ ബോൾ ലൈൻ്റെ ഉള്ളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 8th നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് 6th ക്യാൻഡിലാണ് കുറച്ചും കൂടി കൺഫർമേഷൻ തന്നത്. അതായത് 6th ക്യാൻഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഈ ഒരു ക്യാൻഡിലായപ്പോഴത്തേക്കും നമ്മളുടെ സി പൊസിഷൻ, വീക്കെൻഡ് സി പൊസിഷൻ ആക്റ്റീവാണ്, മന്തിൻ്റെ സി പൊസിഷൻ ഇതേ സമയത്ത് ആക്റ്റീവാണ്. അപ്പോൾ സി ആക്റ്റീവ് ആകുന്ന ഒരു പോയിൻ്റാണിത്. ദെൻ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും ഇതേ പൊസിഷൻ തന്നെയാണ് സി കാണിച്ചത്. വീക്കെൻഡും മന്തിൻ്റും ഒക്കെ മാക്സിമം ഇടിഞ്ഞിട്ട് കയറാൻ പോകുന്നു എന്നുള്ള സിറ്റുവേഷൻ കാണിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു സി പൊസിഷൻ ആക്റ്റീവാണ് എന്നുള്ളത് 8th തീയതിയിലെ 6th ക്യാൻഡിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ 13th ക്യാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും നിഫ്റ്റിയുടെ 13th ക്യാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ പി മാക്സിമം ഇടിഞ്ഞതിൽ പി കയറാൻ പോകുന്നതാണ് കാണിക്കുന്നത്. മന്തിൻ്റും അതുപോലെ തന്നെ പി കയറാൻ പോകുന്നു കാണിച്ചു. അവിടെ ചെറിയൊരു കൺസൾട്ടേഷൻ ഉണ്ട്, അതിനുശേഷമാണ് കറക്റ്റായിട്ടത് കയറിയിട്ടുള്ളത്. ഇതവിടെ ബാങ്ക് നിഫ്റ്റിയും ഇതേ പൊസിഷൻ തന്നെ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. പി ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ബോൾ ലൈനിലേക്ക് വന്നിട്ടില്ല, പക്ഷേ ഇവിടെ ബോൾ ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിഫ്റ്റി ആ ഒരു സമയത്ത് നമ്മുടെ 13th ക്യാൻഡിൽ പി ആക്റ്റീവ് ആകുമെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് ഇനി നമ്മൾ കൺഫേം ചെയ്ത് നിന്നിട്ടൊന്നും കാര്യമില്ല.
അവിടെ വെച്ച് അടുത്ത സ്ട്രൈക്ക് ആക്റ്റീവ് ആകുകയാണ്. അപ്പോൾ സ്ട്രൈക്കിൻ്റെ ഗ്രാഫ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ മാക്സിമം പൊസിഷൻ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. കണ്ടോ, നമ്മൾ നോക്കിക്കേ, ഈ സ്ട്രൈക്കിൻ്റെ ഗ്രാഫിലേക്ക് നോക്കി, ഈ പറഞ്ഞിരിക്കുന്ന ഈ ലെവൽ വിട്ടിട്ട്, നമ്മൾ തന്ന ഈ ഒരു ലെവൽ വിട്ടിട്ട് ഇതിനപ്പുറത്തേക്ക് ഈ സ്ട്രൈക്കുകൾ മൂവ് ചെയ്യുന്നില്ല. സ്ട്രൈക്കുകൾ ചില സമയത്ത് മൂവ് ചെയ്യാറുണ്ട്, നമുക്ക് സ്ട്രൈക്കുകൾ പൊട്ടി പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്ട്രൈക്കിൻ്റെ മാക്സിമം പോയിന്റ് വരെ അത് പോകത്തുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ സ്ട്രൈക്കുകൾ നമുക്ക് തന്നിരിക്കുന്ന ആ പൊസിഷനെ വിട്ട് ഇതിന് താഴത്തേക്ക് പോന്നിട്ടില്ല, ഇവിടെയും താഴത്തേക്ക് പോന്നിട്ടില്ല, ദെൻ മുകളിലേക്ക് പോയിട്ടില്ല. ആ ഒരു നമ്മൾ തന്ന ആ ഒരു ഏരിയ വിട്ടത് മൂവ് ചെയ്യില്ല. ആ ഒരു ഏരിയയ്ക്ക് ഉള്ളിലാണ് ഈ സ്ട്രൈക്കുകൾ മൂവ് ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിൽ ഇത് സ്ട്രൈക്ക് പൊട്ടിച്ച് പുറത്ത് പോകാറുണ്ട്. പുറത്ത് പോകുമ്പോൾ അത് ഒരു മാക്സിമം പോയിന്റ് ആണ്. കണ്ടത്, ഈ സ്ട്രൈക്ക് ഇതിനെ പൊട്ടിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇതിനെ പൊട്ടിച്ച് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇത് പി ആണ്, വീക്കെൻഡ് പി ആണ്. വീക്കെൻഡ് പിയുടെ സ്ട്രൈക്ക് പൊട്ടിച്ച് മുകളിലേക്ക് പോയി. പക്ഷെ അപ്പോൾ മന്തിൻ്റെ പിയിലേക്ക് പോവാം. മന്തിൻ്റെ പി ഇവിടെ വരെ വന്നില്ലേ, ഇതിനപ്പുറത്തേക്ക് പോകില്ല. കണ്ട, വീക്കെൻഡ് പി മന്തിൻ്റെ പി ഒരു 5ാമത്തെ 6ാമത്തെ ക്യാൻഡിലേക്ക് ആയപ്പോഴത്തേക്കും മാക്സിമം ലെവലിൽ വന്നു. അപ്പോൾ അത്രത്തോളം മാത്രമേ ഈ വീക്കെൻഡ് പിയും പോകത്തുള്ളൂ. കണ്ട, 5ാമത്തെ 6ാമത്തെ ഒരു പൊസിഷൻ വരുമ്പോഴത്തേക്കും വീക്കെൻഡ് പി അവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും, റെസിസ്റ്റൻസ് കൊടുത്ത് നിൽക്കും, പിന്നെ അത് മുകളിലേക്ക് മൂവ് ചെയ്യില്ല. അപ്പോൾ അതാണ് സ്ട്രൈക്കുകളുടെ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 7th വരാം. 7th വരുമ്പോൾ അത് നമ്മളുടെ ഇൻഡെക്സ് തന്നെ വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡോട്ടർ ലൈൻ എല്ലാവരും ഡോട്ടർ ലൈൻ നോക്കിയാൽ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റിയുടെ ഇൻഡെക്സ്, ഫ്യൂച്ചർ, ഇതെല്ലാവരും ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഡോട്ടർ ലൈനിലാണ് നിൽക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താണ്, നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് ഇടിയും എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് പിയുടെ ഗ്രാഫിലേക്ക് നോക്കാം. പിയുടെ ഗ്രാഫ് നമ്മളൊന്ന് നോക്കുമ്പോൾ ഇതാ നിഫ്റ്റിയുടെ പിയുടെ ഗ്രാഫ് ഇതാ ബോൾ ലൈനിലാണ് നിൽക്കുന്നത്. സോ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നമ്മളുടെ ഇൻഡെക്സിൻ്റെ ഗ്രാഫ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബോൾ ലൈൻ അതിലേക്ക് ഒന്നും ടച്ച് ചെയ്തിട്ടില്ല, ഒരു ചെറിയൊരു റിജക്ഷനിൽ നിൽക്കുന്നുണ്ട്. ദെൻ സിയുടെ ഗ്രാഫിലേക്ക് നമ്മൾ നോക്കിയാൽ സിയുടെ ഗ്രാഫും അപ്പോൾ അതുപോലെ തന്നെ താഴത്ത് ബോൾ ലൈൻ. കണ്ടോ, സിയും പിയും ബോൾ ലൈൻ. സോ ഇതൊരു കൺഫ്യൂഷൻ സ്റ്റേജ് അല്ലേ. ഈ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ പറയുന്നു അവിടെ കൺസൾട്ടേഷൻ വരും എന്നുള്ളത്. കണ്ടോ, ആദ്യത്തെ 2 ക്യാൻഡിലും കൺസൾട്ടേഷൻ തന്നെയാണ്. 2 ക്യാൻഡിലും നമുക്കൊരു കൺഫർമേഷൻ തന്നിട്ടില്ല. അതിനുശേഷം 3ാമത്തെ ക്യാൻഡിൽ സി താഴേക്ക് ഇടിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എന്താ പറഞ്ഞുള്ള പി ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ സി ഇടിയുന്നു എന്നും നമുക്ക് കാണിച്ചിട്ടുണ്ട്. 3ാമത്തെ ക്യാൻഡിലായപ്പോഴാണ് കറക്റ്റ് ഒരു കൺഫർമേഷനിലേക്ക് അത് വരുന്നത്. ബാങ്ക് നിഫ്റ്റി അതുപോലൊക്കെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സി എന്ന് പറയുന്നതും ബോൾ ലൈനിലാണ് നിന്നത്. പി ഇത് മുകളിലത്തെ ബോൾ ലൈനിലാണ് നിന്നത്. പി ഇടിയാനുള്ള ചാൻസും കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷേ വീക്കെൻഡ് പി താഴത്തെ ബോൾ ലൈനാണ്, മുകളിലേക്ക് കയറാനുള്ള ചാൻസ് കാണിക്കുന്നത്. വീക്കെൻഡ് സിയും താഴത്തെ ബോൾ ലൈനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൺസൾട്ടേഷൻ ആണ്. ആദ്യത്തെ 2 ക്യാൻഡിൽ കൺസൾട്ടേഷൻ ആണ്. 2ാമത്തെ ക്യാൻഡിൽ കൺഫർമേഷൻ നമുക്ക് തരുന്നുണ്ട്. താഴത്തേക്ക് സി ഇടിയാൻ പോകുന്നു, പി കയറാൻ പോകുന്നു, കൺഫർമേഷൻ തരുന്നുണ്ട്, ഇൻഡെക്സുകളും തരുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു സെക്കൻഡ് ക്യാൻഡിൽ ആയപ്പോഴും കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി അവിടെ കിട്ടുന്നത്. ഇൻഡെക്സ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ട്രൈക്കുകൾ സെക്കൻഡ് ക്യാൻഡിലായപ്പോഴാണ് കറക്റ്റ് കൺഫർമേഷൻ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 6th ക്യാൻഡിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ നോക്കിയാൽ നമ്മളുടെ നിഫ്റ്റി 50യുടെ 6th ക്യാൻഡിൽ 1 2 3 4 5 6 ഈ 6th ക്യാൻഡിലാകുമ്പോൾ മാക്സിമം സി ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സി ഇടി കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയാകുമ്പോൾ 6th ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെയാണ് നിൽക്കുന്നത്. സോ ഇത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് 6th ക്യാൻഡിൽ. ഇവിടെയും 6th ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം മാക്സിമം ഇടിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ്. ഇത് മാത്രമേ ഒന്ന് താഴേക്ക് പോന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം മൂന്നും സി എന്ന് പറയുന്ന മാക്സിമം ഇടിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ അവിടെ നിന്നൊരു കൺഫർമേഷൻ, നമുക്കൊരു സി ആക്റ്റീവ് ആകാനുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടും ഉള്ളത്. കണ്ടോ, അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതൊരു അവിടെ നിന്നൊരു റിജക്ഷൻ ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ ആ റിജക്ഷൻ നമുക്ക് വർക്ക് ചെയ്തില്ല. കുറച്ച് നേരം റിജക്ഷൻ കാണിച്ചുവെങ്കിലും തിരിച്ച് താഴേക്ക് തന്നെ പോകുന്നു. ബിക്കോസ് എന്താണ്, നോക്കിക്കേ, സ്ട്രൈക്കുകൾ 3ാമത്തെ ക്യാൻഡിൽ തന്നെ ബോൾ ലൈൻസ് ക്രോസ് ചെയ്ത് പോയി. ഒരു 1 ഡയറക്ഷൻ മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. സ്ട്രൈക്ക് അല്ല, ഇൻഡെക്സ് 1 ഡയറക്ഷൻ മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇൻഡെക്സിൻ്റെ ഈ ബോൾ ലൈൻസിനുള്ളിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇൻഡെക്സുകൾ ബോൾ ലൈൻസിനെ ക്രോസ് ചെയ്തിട്ടില്ല എങ്കിൽ സ്ട്രൈക്കുകളും അതിൻ്റെ ലെവൽസിനെ ക്രോസ് ചെയ്യില്ല. അത് ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും റിജക്ഷൻ എന്തായാലും തരും.
പക്ഷേ ഇത് ഇൻഡെക്സ് ബോൾ ലൈൻസ് ക്രോസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഇൻഡെക്സുകളും ബോൾ ലൈൻ ക്രോസ് ചെയ്തു. അപ്പോൾ ഒരു വൺ ഡയറക്ഷണൽ മൂവ്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രൈക്കുകൾക്ക് ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു റിജക്ഷൻ കാണിച്ചേ പറ്റുള്ളൂ. അത് ആ റിജക്ഷൻ കൊടുത്തിട്ടുമുണ്ട്. കൊടുത്തതിന് ശേഷം അത് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും വൺ ഡയറക്ഷണൽ മൂവ്മെന്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്ട്രൈക്കുകൾ നോക്കി നമുക്ക് മാക്സിമം എത്രത്തോളം മൂവ് ചെയ്യുന്നു കണ്ടുപിടിക്കാം. അത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതാ നോക്കാം, സ്ട്രൈക്കുകൾ എല്ലാവരും ഇത് നോക്കിക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ താഴത്തെ പി സ്ട്രൈക്ക്, അതായത് വീക്കെൻഡ് പി സ്ട്രൈക്ക് ബോൾ ലൈൻസും ക്രോസ് ചെയ്തു, അതിൻ്റെ മാക്സിമം ലെവലും ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി. സോ അതിൻ്റെ നമ്മൾ അതിൻ്റെ എന്തിലേക്ക് വരും, വീക്കെൻഡിലേക്ക്, മന്ത് എൻഡിലേക്ക് വരും. മന്ത് എൻഡും ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി. സോ അതിൻ്റെ സി പൊസിഷൻസ് നോക്കിയപ്പോൾ വീക്കെൻഡ് സി പൊസിഷനും അതിൻ്റെ മാക്സിമം ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നു, മന്തിൻ്റെ സി പൊസിഷനും മാക്സിമം ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മളൊരു വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റ് പറയുന്നത്. ഇങ്ങനെ വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ സംഭവിക്കാറുള്ളത്, ഒരു മാക്സിമം ലെവലിലേക്ക് ഇത് വരും. അതായത് നോക്കി ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് ക്രോസ് ചെയ്ത് പോകാതെ നിൽക്കും. അതാണ് അതിൻ്റെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. നിഫ്റ്റി 50യുടെ വീക്കെൻഡ് പി ഇ അതിൻ്റെ മാക്സിമം ലെവൽ ക്രോസ് ചെയ്തു, മന്തിൻ്റെ പി ഇ അതിൻ്റെ മാക്സിമം ലെവൽ വീക്കെൻഡ് സി ഇ അതിൻ്റെ മാക്സിമം ലെവൽ ക്രോസ് ചെയ്തു, മന്ത് എൻ്റെ പി ഇയും മാക്സിമം ലെവൽ ക്രോസ് ചെയ്തു. പക്ഷേ മന്ത് എൻ്റെ സി ഇ മാക്സിമം ലെവലിനെ ക്രോസ് ചെയ്യുന്നില്ല. ഇത് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ എത്രാമത്തെ ക്യാൻഡിലാണെന്ന് നോക്കി, 1 2 3 4 5 6 7 8 9 10 10ാമത്തെ ക്യാൻഡിലായപ്പോൾ മാക്സിമം ഇതിൻ്റെ ഡോട്ട് ലൈൻസിൽ ടച്ച് ചെയ്യാണ്, മാക്സിമം ഡോട്ട് ലൈൻ. ബാക്കി എല്ലാ സ്ട്രൈക്കുകളും 10ാമത്തെ ക്യാൻഡിൽ അതിൻ്റെ മാക്സിമം ലെവൽസിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രൈക്കാണ് അവസാനം ക്രോസ് ചെയ്യാതെ നിന്നത്. അത് 10ാമത്തെ ക്യാൻഡിലായപ്പോഴത്തേക്കും അവിടുന്ന് റിജക്ഷൻ കാണിക്കുന്നു. റിജക്ഷൻ കാണിച്ചവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു 10ാമത്തെ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പി എടുത്തതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. ആ 10ാമത്തെ ക്യാൻഡിലാണ് അതിൻ്റെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. കണ്ടോ, പി ഒക്കെ മൂവ് ചെയ്തിട്ടുള്ള എത്ര 10ാമത്തെ ക്യാൻഡിൽ വരെ മൂവ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഇതൊരു കൺസോളിഡേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവൽ നോക്കി വേണം മാക്സിമം അതിൻ്റെ റണ്ണിങ് കാണിക്കാനായിട്ട്. അവിടെ വെച്ച് അത് കൺസോളിഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യും മുകളിലേക്ക്. അതുകൊണ്ട് ആ ഒരു പൊസിഷൻ എത്തുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്യണം. മാക്സിമം അതാണ് ലെവൽ, കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ചില സാഹചര്യങ്ങളിൽ, അതായത് അപൂർവം കേസുകളിൽ ഇത് വീണ്ടും താഴത്തേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ വെച്ച് നിങ്ങൾ കട്ട് ചെയ്തേക്കുക, അതായത് മാക്സിമം ആണിത്. അവിടെ വെച്ച് നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പിന്നെയും താഴേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് ഇവിടേക്ക് ഇത്രത്തോളമൊക്കെ വന്ന് മൂവ് ചെയ്ത് നിൽപ്പുണ്ട്, അതല്ല നല്ല രീതിയിൽ താഴേക്ക് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ മാർക്കറ്റിൽ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്. അത് 330 വരെയും ആ ലെവലിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ്. അന്ന് അതിനൊരു മാക്സിമം ലെവൽ ഇല്ല എന്നുള്ളതാണ്. ആ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് എങ്കിലും ക്രോസ് ചെയ്യാതെ നിൽക്കും. നമ്മളെ മൊത്തം 8 സ്ട്രൈക്ക് തരുന്നുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു സ്ട്രൈക്കെങ്കിലും ക്രോസ് ചെയ്യാതെ നിൽക്കും. ആ സ്ട്രൈക്ക് അവിടെ വെച്ച് മാക്സിമത്തിൽ എത്തുന്ന പോയിന്റിൽ നിങ്ങൾ കട്ട് ചെയ്യണം. നിങ്ങൾ റൈഡിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പോയിന്റിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും എടുക്കാം. അതായത് വീണ്ടും എടുക്കുന്നത് എപ്പോഴാണ്, ഇവിടെ വെച്ച് പിന്നെ സി ആണ് ആക്റ്റീവ് ആകുക എന്നുള്ളതാണ്. സി വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ നമ്മുടെ സ്ട്രൈക്ക് ഇൻഡെക്സുകളെല്ലാം നല്ല രീതിയിൽ താഴേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും ഒരു സി പൊസിഷൻ എടുക്കണമെന്നില്ല. മാക്സിമം നിങ്ങൾ പ്രോഫിറ്റ് കിട്ടിയല്ലോ, വീണ്ടും നിങ്ങൾ ആക്രാന്തം ഒന്നും കാണിക്കാൻ പോകണമെന്നില്ല. അവിടെ വെച്ച് കട്ട് ചെയ്ത് നിൽക്കുക. ചിലപ്പോൾ ഇത് വീണ്ടും ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തായിരിക്കും ചിലപ്പോൾ ഇവിടെ നിൽക്കുക. വീണ്ടും സി എടുത്തുകൊണ്ടോ പി എടുത്തുകൊണ്ടോ പ്രയോജനമൊന്നും കിട്ടാത്ത രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കും. അല്ലെങ്കിൽ ഇത് വീണ്ടും റിജക്ട് ചെയ്ത് പോകും. വീണ്ടും നിങ്ങളൊരു പി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് ക്രോസ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീണ്ടും, അതായത് ഈ സ്ട്രൈക്ക്, പിന്നെ നിങ്ങൾ വേറൊരു സ്ട്രൈക്കിന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, ബാക്കി എല്ലാ സ്ട്രൈക്കിലും ക്രോസ് ചെയ്ത് കഴിഞ്ഞാണ്. ഈ സ്ട്രൈക്ക് അവസാനം ക്രോസ് ചെയ്യാതെ നിന്ന് ആ സ്ട്രൈക്ക് നല്ല രീതിയിൽ താഴേക്ക് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പി പർച്ചേസ് ചെയ്ത് 330 വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അതിൽ തെറ്റില്ല. എന്നാൽ ആ ഒരു മാർക്കറ്റിനെ പിടിച്ചാൽ കിട്ടാത്തൊരു മാർക്കറ്റായിട്ട് നമ്മുടെ അദാനി ഇഷ്യൂസ്, അതുപോലെ വാർ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വൺ ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്യും. പിന്നെ നമ്മുടെ കഴിഞ്ഞിടയ്ക്കപ്പോഴൊക്കെ ഓരോ ദിവസം 1-2 ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അവസാന സ്ട്രൈക്കിനെയും ക്രോസ് ചെയ്ത് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് 330 വരെ മൂവ് ചെയ്തിട്ടുണ്ട്. അവിടെ വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാമത്. വേണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. നമ്മളുടെ എന്നിട്ട് എൻഡിങ് സ്ട്രൈക്ക് ആണെങ്കിൽ അങ്ങനെ അത് കട്ടായി പോകും. അതാണ് സ്ട്രൈക്ക് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. കണ്ടേ, ഈ ഒരു 7ാം തീയതി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 10th ക്യാൻഡിൽ മാക്സിമത്തിൽ എത്തി, അത് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ലെവലില്ല, ഇത്രയും ഉള്ളൂ. പിന്നെ നമ്മുടെ 16th നമ്മുടെ ഡേറ്റ നമ്മളതൊരു സ്ക്രീൻഷോട്ട് എടുത്തില്ല, അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു മൺഡേയിലെ ഡേറ്റ നമുക്കില്ല. ട്യൂസ്ഡേ തൊട്ട് ഫ്രൈഡേ വരെയുള്ള ഒരു അനാലിസിസ് ആണ് നടത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ
വീക്ക്ലി അനാലിസിസ് ആണ് നടത്തുന്നത്. ഡെയിലി അനാലിസിസ് നടത്താനാണ് ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഒരു മെയ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ടൈം കിട്ടും. പിന്നെ നമ്മൾ വളരെയധികം ആക്റ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ സൈക്കിളിൽ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.